നമസ്കാരം സുഹൃത്തുക്കളെ. അല്ല, ഞാൻ പോലീസിനെ കേരിത്തെ പോലെയല്ല. ഞാൻ അറസ്റ്റ് ആയി പറഞ്ഞിട്ട് എല്ലാവരും ന്യൂസാക്കി കളഞ്ഞ്. ഇന്നലെ ഞാൻ പോലീസിനെ കേരിത്തെ പോലെയല്ല. ഞാൻ അറസ്റ്റ് ആയി പറഞ്ഞിട്ട് എല്ലാവരും ന്യൂസാക്കി കളഞ്ഞ്. സിനിമാ തൊഴിലാളികൾക്ക് മേക്കപ്പും മറ്റുമൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി അന്യ സംസ്ഥാനമായ ആസാമിൽ നിന്ന് കേരളത്തിൽ വന്ന് ജീവിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണിവർ. പേര് ജാൻമണി. ഇവരുടെ സഹവാസം നമ്മുടെ നരേന്ദ്രമോദിയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ അർബൻ നക്സൽസ് എന്നൊക്കെ പറയുന്ന കൂട്ടരുണ്ടല്ലോ, ഈ രഞ്ജിനി ഹരിദാസ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന അവരുടെ കൂടെയൊക്കെയാണ് ഇവരുടെ സഹവാസം. അവർ ഈ ഡൽഹിയിലെ പാറ്റ സമരം നടന്ന സമയത്ത് ഇവരുടെ ഒപ്പമാണ് അവർ അവിടെ പോയി ആ അഭ്യാസമൊക്കെ കാണിക്കുകയും തിരിച്ചിവിടെ വന്ന് ഏതോ ചാനലുകാരൻ ഇവരോട് പ്രതികരണവും മറ്റും ചോദിച്ചപ്പോൾ അന്നവർ വളരെ മോശമായിട്ട് അങ്ങേയറ്റം മ്ലേച്ഛമായ രീതിയിൽ നരേന്ദ്രമോദിയെ അദ്ദേഹത്തിൻ്റെ മാതാവിനെ പറ്റി പറയുകയുണ്ടായി. അത് ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാവുന്നൊരു പരാമർശ പ്രസ്താവന എല്ലാവരും നടത്തിയത്. അന്നേ ഞാൻ ആ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇത് കേസിലൊന്നും തീരാൻ പോകുന്ന പ്രശ്നമേ അല്ല എന്ന്. കാരണം നമുക്കറിയാം, കോടിക്കണക്കിന് അനുയായികളുണ്ട്, പാർട്ടിക്കാരായിട്ടുള്ളവർ തന്നെയുണ്ട്. ആ പാർട്ടിയിലല്ലാത്ത ആളുകൾ പോലും നരേന്ദ്രമോദി എന്ന വ്യക്തിയെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരുണ്ട്. അക്കൂട്ടത്തിൽ കടുത്ത ആരാധകരായിട്ടുള്ള എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ തീർച്ചയായിട്ടും നരേന്ദ്രമോദിക്കുണ്ടാവും. അതിനാൽ അങ്ങനെ ഒരു പരാമർശം നടത്തിയ ഈ വ്യക്തി കേസ് വഴി ജയിലിൽ കിടക്കുന്നതൊന്നും ആയിരിക്കില്ല അവർ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നേരിട്ട് തന്നെ ചോദിക്കാൻ വേണ്ടി ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ കാണുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇത് കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഇവരെ അറസ്റ്റ് ചെയ്തിരുന്നു. സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോഴിക്കോട് BJPയുടെ കൗൺസിലറായ നവ്യ ഹരിദാസിൻ്റെ പരാതിയിലാണ് ആ അറസ്റ്റ് നടന്നത്. നവ്യ മാത്രമല്ല, ഏതാണ്ട് 40-ന് മുകളിൽ കേസുകൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെയായിട്ട് കൊടുത്തിരുന്നു. FIR 1-ലോ മറ്റിടത്തുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്തു, സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ഇനിയും അവർക്ക് ചെല്ലേണ്ടി വരും. പക്ഷേ അതുകൊണ്ട് തീർന്നില്ല. അതാണ് ഞാൻ അന്നു മുതലേ പറയുന്ന ഒരു കാര്യമുണ്ട്. അവർക്ക് ഫോണിലൂടെയും അല്ലാതെയുമൊക്കെ അവർക്ക് സ്വതന്ത്രമായിട്ട് ഇനി അവർക്ക് പഴയ തൊഴിൽ ചെയ്ത് ഇവിടെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. എവിടെ പോയാലും പുറത്തിറങ്ങിയാൽ തീർച്ചയായിട്ടും സംഖ്യകളായിട്ടുള്ളവർ അവരെ ചോദ്യം ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം അത്രയും അവരുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് നരേന്ദ്രമോദിയുടെ മാതാവിനെ പറ്റി പറഞ്ഞത്. അതെന്താണെന്ന് പറയാൻ പോലും ഞാൻ തയ്യാറല്ല. കാരണം നിങ്ങളത് കേട്ടതായിരിക്കും, നമ്മൾ ആവർത്തിക്കുന്നില്ല. അതൊരു വ്യക്തിയും പറയാൻ പാടില്ലാത്ത കാര്യമാണ്. അങ്ങനെ പറഞ്ഞിട്ട് അവർ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസമൊക്കെ വന്നിട്ട് വളരെ ഒഴുക്കമട്ടിൽ എനിക്ക് തെറ്റിപ്പോയതാണെന്ന രീതിയിൽ പറഞ്ഞിട്ട് പോയി. പക്ഷേ അന്നേ ഈ കരച്ചിൽ, ഇപ്പോൾ നിങ്ങൾ കണ്ട കരച്ചിൽ അന്നായിരുന്നു കരഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരോട് ക്ഷമിക്കാൻ നരേന്ദ്രമോദിയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ കടുത്ത ആരാധകർ ഒരുപക്ഷെ തയ്യാറായിരിക്കും. പക്ഷേ ഇപ്പോൾ സമയം കഴിഞ്ഞു പോയി. ഇപ്പോൾ കേസ് കൊണ്ട് തീരുമെന്ന് തോന്നുന്നില്ല. ഇവരുടെ കരച്ചിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അന്നത്തെ ശരീരഭാഷയല്ല ഇപ്പോഴുള്ളത്. അന്ന് ആസാമിൽ നിന്ന് ഇവിടെ വന്ന് അപ്പോൾ അവരുടെ കൂടെയുള്ള ആളുകളൊക്കെ പറഞ്ഞു കാണും, ഇതൊന്നും കുഴപ്പമില്ല, സംഖ്യകളൊന്നും ചെയ്യത്തില്ല, നീ ധൈര്യമായിട്ട് എന്നൊക്കെ പറഞ്ഞു കാണും. പക്ഷേ ഇപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതിൻ്റെ ചൂട് മാറിയിട്ടില്ല. ഇപ്പോഴും അവർക്ക് ഫോണിലൂടെയും മറ്റുമൊക്കെ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ചില ഭീഷണിയും മറ്റും വരുന്നുണ്ട് എന്നാണ് അവരുടെ ഈ കരച്ചിൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. കേസ് അവിടെ ചെന്നു സ്റ്റേഷൻ ജാമ്യത്തിൽ അവരെ ഇറക്കിക്കൊണ്ട് പോകാനോ അല്ലാതെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് വരാനൊക്കെ അവരുടെ ആ മേഖലയിൽ, അതായത് സിനിമാ തൊഴിലാളികളായിട്ടുള്ളവർ തന്നെ വിചാരിച്ചാൽ പറ്റും. പക്ഷേ അവിടെ കൊണ്ട് തീരുമല്ലോ. ഇവർ തിരിച്ച് ആസാമിൽ ചെല്ലുമ്പോൾ അവിടെ വലിയ വിഷയമാകും. കാരണം അവിടെ ഹിമന്ത ബിശ്വ ശർമ്മയാണ് അവിടെ ഭരിക്കുന്നത്. അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊന്നും 1% പോലും അനുവദിച്ചു കൊടുക്കുന്ന വ്യക്തിയല്ല. അവിടെ ഇതിനകം തന്നെ ഈ വിവരമൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അതിനാൽ അവിടെ ചെല്ലുക എന്നത് അതിനേക്കാൾ ഭേദം കേരളത്തിൽ നിൽക്കുന്നതാണ്. അവിടെയാണ് ചെല്ലുന്നതെങ്കിൽ നേരെ തൂക്കിയെടുത്ത് അകത്തിടുകയായിരിക്കും അവരെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പോലീസ് കേസ് മാത്രമല്ല, അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അവർ പിന്നെ ഈ ട്രാൻസ്ഫോമർ ആയതിനാൽ ആ ഒരു പരിഗണനയിലാണ് ഇത്ര ദിവസവും അവർക്ക് വലിയ പ്രശ്നമില്ലാതെ നിന്ന്. എങ്കിലും തീർച്ചയായിട്ടും പരസ്യമായിട്ട് അവരെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കും എന്ന് തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരുപാട് സംഖ്യകൾ ഉണ്ട്. എനിക്കറിയാം, സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ അവരുടെ ആ വികാരം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ അത്തരം ഈ ഒരു കരച്ചിൽ അവരുടെ മുന്നിൽ കരഞ്ഞ് നരേന്ദ്രമോദിയോടും അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ മാതാവിനോടും ഒക്കെ പരസ്യമായിട്ട് മാപ്പ് പറയണമെന്നതാണ് അവരുടെ ഡിമാൻഡ്. ഒരുപക്ഷെ അവർ കൈവെക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ ഇനി മേലിൽ ഒരാളും അത് പറയാത്ത തരത്തിൽ മാപ്പ് പറയിപ്പിക്കും എന്ന് തന്നെ ഉറപ്പിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിപ്പോൾ ഈ അന്യസംസ്ഥാനത്തു നിന്ന് വന്ന, ആസാമിൽ നിന്ന് വന്ന ജാൻമണിക്കും അത് മനസ്സിലായിട്ടുണ്ട്. തൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ മൂപ്പിച്ചു തരും. അത് കേട്ടുകൊണ്ട് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ മാതാവിനെയൊക്കെ പറയാൻ നിന്നാൽ ഇതായിരിക്കും അനുഭവമെന്ന് ഏകദേശം ഇപ്പോൾ അവർക്കും അവരുടെ കൂടെയുള്ളവർക്കുമൊക്കെ മനസ്സിലായിട്ടുണ്ട്.